അന്വേഷണം നടത്തണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നട്ടലോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഇത് നിഷേധിച്ച് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് പോലും ചിലപ്പോൾ ഒന്ന് ഒരു പരിഭ്രമത്തോടുകൂടി നിൽക്കേണ്ടി വരുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. മലപ്പുറം ശ്രീ രാജേഷ് പറഞ്ഞത് ശരിയാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ ചർച്ചകളിൽ നിന്നും മാറി നിൽക്കുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം രാജിവെക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലുള്ളൊരു മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെ അദ്ദേഹം ചിലപ്പോൾ രാജിവെക്കൂ എന്ന് പറഞ്ഞു കാണുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് ഉണ്ടാകുമല്ലോ. ശ്രീ ശശീന്ദ്രൻ ഉചിതമായി തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡായ ജയരാജനോട് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എത്ര ഉന്നതനായാലും അഴിമതി നടത്തുന്നവരെ സംരക്ഷിക്കില്ല എന്ന് അദ്ദേഹം തിരുവനന്തപുരത്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചടങ്ങിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിച്ച മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മന്ത്രി ശ്രീ ജയരാജൻ രാജിവെച്ചല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇവിടെ ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. ഒരു പൊതുപ്രവർത്തകനെയും ഇതുപോലെ കരിവാരി തേക്കുന്ന ഒരവസരം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതുമുത്തശ്ശിമാർ വരെ സുരക്ഷിതമില്ലായ്മയിൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഈ കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവരാണ് ഒരു ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എപ്പോഴും പറയുന്നൊരു വാദമുണ്ട്, അശ്ലീല സംഭാഷണത്തിൽ മന്ത്രിയുടെ സ്വകാര്യത നിഷേധിക്കപ്പെട്ടോ എന്ന വാദം. ശ്രീ വി രാജേഷ്, സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രിക്ക് സ്വകാര്യത ഇല്ല. ആ സ്വകാര്യത നിഷേധിക്കപ്പെട്ടു എന്നാണ് വീട്ടിലല്ലോ ഉഴവൂർ വിജയൻ ഇവിടെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉഴവൂർ ഉന്നയിച്ചതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ. അത് നിയമത്തിലുള്ള ഒരു പഴുത് തന്നെയാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ രണ്ടുപേരുടെയും സ്വന്തം താല്പര്യപ്രകാരം ഇത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു തെറ്റ് കണ്ടെത്താൻ സാധിക്കില്ലെന്നൊരു നിയമപരമായ ഒരു വ്യാഖ്യാനമാണ് ഒരു മന്ത്രിയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഞാൻ ആദ്യം ചോദിച്ചാണ്, ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത്, NCP എന്ന പാർട്ടി വ്യക്തമാക്കേണ്ടത്, ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്ത് സഹായം തേടിച്ചെന്നതാണോ? തേടിച്ചെന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയതെങ്കിൽ ഞാൻ പറയുന്നു അദ്ദേഹം MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം. കാരണം ഒരു MLA മന്ത്രിയുടെ അടുത്ത് നേരിട്ട് ഒരു സ്ത്രീ സഹായമായി ചെല്ലുമ്പോൾ അവർ അബലയായിരിക്കും, അവർക്ക് ആരും സഹായിക്കാനില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ത്രീയെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇനി ഒരു കാലത്ത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നാൽ അതിനാവശ്യമായ തെളിവുകൾ വന്നിട്ടില്ല. നമുക്കാർക്കും തന്നെ അന്വേഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഇല്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുഖം പൊയ്മുഖമാണെന്നും ഈ ഗവൺമെന്റ് മുഖം വികൃതമാണെന്നും തെളിയിക്കുന്നു. പക്ഷേ ഈ വനിത ആരാണ് എന്ന് അന്വേഷിച്ച് സാധിക്കുമെങ്കിൽ ഇവിടെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ശ്രീ വി രാജേഷ് അദ്ദേഹത്തിന്റെ രാജി, കാരണം ഇത്രയും പൊടുന്നനെയുള്ള രാജി സമീപകാലത്തൊന്നും കണ്ടില്ല. അതായത് ഉഴവൂർ പറയുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്കത് വ്യക്തമാകുന്നില്ല. പക്ഷേ AK ശശീന്ദ്രൻ നിഷേധിച്ചില്ല. ഒരു തരിമ്പ് പോലും ഇതെന്റെ അദ്ദേഹം ഇങ്ങനെ എവിടെയോ സംസാരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഒന്നും പറയാതെ രാജിവെച്ചത്. വേറൊന്നുണ്ട്, മഞ്ജുഷ ചോദിച്ച ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം ഗൂഢാലോചന. അതിൽ ഇടയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട്, ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മന്ത്രിയാകാൻ വേണ്ടി വേറെ ആരെങ്കിലും നടത്തിയ ഗൂഢാലോചന എന്നുള്ള ചർച്ച വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപകടം കൂടുതലാണ്. കാരണം ഒരു സഹപ്രവർത്തകന്റെ മേൽ ഇത്തരത്തിലൊരു ഹണി ട്രാപ്പ് ഒരുക്കി ഗൂഢാലോചന നടത്തുന്ന ആൾക്കാർ ഈ നിയമസഭയിൽ ഇല്ലെങ്കിൽ ഈ ക്യാബിനറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ LDFിൻ്റെ ഈ സംവിധാനത്തിലുണ്ടെങ്കിൽ കേരളം എന്ത് അപകടത്തിലോ പണം കൊടുത്ത ഒരാളിനെ വിലയ്ക്ക് വാങ്ങിയിട്ട് മന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടി കൂടെയുള്ള ഒരു സഹപ്രവർത്തകനെ ശ്രമിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ധാർമ്മികതയായി ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്? ആ ഒരു ഗവൺമെന്റ് എങ്ങനെയായി ഈ രാജ്യത്തെ വനിതകൾക്ക്, കുട്ടികൾക്ക്, വൃദ്ധകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നൽകുന്നത്? അപ്പോൾ ഒരു വലിയൊരു ഇവിടെ അവസാനിക്കുകയില്ല, വലിയൊരു ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ തലത്തിൽ ഉയരുകയാണ് ചെയ്യുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, NCP ഒരു സാധാരണ പാർട്ടിയല്ല, ദേശീയ പാർട്ടി തന്നെയാണ്. അവരുടെ അണികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എണ്ണമെടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, കുട്ടനാട് MLA തോമസ് ചാണ്ടി ഈ മന്ത്രിപദത്തിന് വേണ്ടി കണ്ണും നട്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം മന്ത്രിയാകുമെന്ന പ്രഖ്യാപനം നടത്തിയതാണ്. പക്ഷേ സാധിച്ചില്ല. പകരം AK ശശീന്ദ്രനാണ് മന്ത്രിയായത്. അപ്പോൾ ഈ ഗൂഢാലോചന വാദം NCP ഉന്നയിക്കുന്നത് ആരുടെ നേർക്കാണെന്ന് കൂടി സംശയിക്കേണ്ടി വരില്ലേ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ തോമസ് ചാണ്ടിക്കെതിരെ ഇങ്ങനെ ആരോപണം പ്രത്യക്ഷമായോ പരോക്ഷമായോ പറയുന്നത് പോലും ശരിയല്ല. കാരണം നമുക്കതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല. ഈ സ്ത്രീയെ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? ശരിക്കും പറഞ്ഞാൽ വേറൊരു വശം കൂടിയുണ്ട് മഞ്ജുഷ്. ഈ സ്ത്രീ ഒരു യഥാർത്ഥത്തിലൊരു വീട്ടമ്മയാണെങ്കിൽ അവർ വേറൊരു തരത്തിലുള്ള ബന്ധമാണ് ആ പുരുഷ ശബ്ദമായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടമാവില്ലേ? ആ സ്ത്രീക്കൊരു പ്രൈവസി ഇല്ലേ? മന്ത്രിക്ക് പ്രൈവസി ഇല്ല എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. പക്ഷേ ആ സ്ത്രീ പരാതിക്കാരി വാദം പൊളിയും. അതെ, പരാതി കൊടുത്തിട്ടില്ല. ആ സ്ത്രീ പരാതി കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണം. ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല, ചാനൽ പുറത്തു വിട്ടിട്ടില്ല. ആ സ്ത്രീ യഥാർത്ഥത്തിലൊരു വീട്ടമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹിതയോ അല്ലാതെ ഒരു സാധാരണ സ്ത്രീയാണ്,
ഈ പറയുന്ന ആളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്, അങ്ങനെ ബന്ധമുണ്ട് ആയിക്കൂടെ? അതിന് സ്വാതന്ത്ര്യമില്ലേ? ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി നോക്കാൻ ഈ ലോകത്ത് ആർക്കാണ് അവകാശം? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്, നമ്മുടെ സമൂഹത്തിന് മുമ്പുള്ള ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ. ചിലപ്പോൾ അവിടെയാണ് ശ്രീ വി രാജേഷ് പറഞ്ഞ കാര്യം, ഈ അശ്ലീല സംഭാഷണത്തിലും മന്ത്രിയുടെ സ്വകാര്യതയുടെ കാര്യം അത് നിഷേധിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് മന്ത്രിക്ക് അത്തരം ഒരു സ്വകാര്യതയുടെ ആവശ്യമില്ല. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനും മന്ത്രിയും സ്വകാര്യതയുണ്ട്, അതിനെ നമുക്കാർക്കും ചോദ്യം ചെയ്യാനാവില്ല. പരാതിക്കാരിയാണ് ഒരു മന്ത്രിയെ കാണാൻ പരാതി കൊടുത്തിട്ടില്ല, ഇത് സംബന്ധിച്ചല്ല. അല്ല, മന്ത്രിയെ കാണാൻ വന്ന പരാതിക്കാരിയാണോ അല്ലയോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അത് നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ പ്രശ്നം മഞ്ജുഷേ, ഇതിപ്പോൾ കേരളത്തിൽ മന്ത്രി ചെയ്ത തെറ്റിനേക്കാൾ വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഈ ഗൂഢാലോചന കുരുക്കഴിക്കേണ്ട ഗവൺമെന്റ് ജോലിയാണ്. ഗൂഢാലോചന അല്ലെങ്കിൽ ഗവൺമെന്റ് ആരാണ് എന്താണെന്ന് വെളിവാക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ്. അതിൽ ഗവൺമെന്റ് അടച്ചു നിൽക്കരുത്. ഗവൺമെന്റ് ഡ്യൂട്ടിയുടെ തുടങ്ങുകയാണ്, തീരുകയല്ല. തീർച്ചയായിട്ടും അത് പോലീസ് അന്വേഷിക്കണം, രഹസ്യ പോലീസോ രഹസ്യമായോ പരസ്യമായോ എന്താണെങ്കിലും അന്വേഷിക്കണം, യാതൊരു സംശയമില്ലാത്ത കാര്യം. ശ്രീ ഉഴവൂർ വിജയൻ, ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ഗൂഢാലോചനയാണോ? ഒരു ഹണി ട്രാപ്പ് ആണെങ്കിൽ ഈ ട്രാപ്പിലേക്ക് കൊണ്ടെത്തിച്ചത് പാർട്ടിയിലെ ഗൂഢാലോചനയാണോ? നേരെ ചോദിക്കുകയാണ്. കുട്ടനാട് MLA തോമസ് ചാണ്ടിക്ക് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൈകളുണ്ട് എന്ന് സംശയിക്കേണ്ടി വരില്ലേ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ പാർട്ടി? ഒരിക്കലുമില്ല. കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയിലെ ആരും തന്നെ ഈ ഗൂഢാലോചനയിൽ ഉഴവൂർ വിജയൻ, AK ശശീന്ദ്രന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അതുപോലെ തന്നെയാണോ